മഞ്ഞുപുതച്ച മൂന്നാറിലെ ഒരു സുന്ദര പ്രഭാതം. കുളിരുള്ള കാറ്റും മാമലകളെ പുതപ്പിട്ട മഞ്ഞും നിറഞ്ഞ ഒരു പുലർകാലത്താണ് ഉപ്പയും ഉമ്മയും 4 മക്കളും അടങ്ങുന്ന ആ കുടുംബം മൂന്നാറിലെത്തിയത്. തലേദിവസം പെയ്ത മഴയുടെ ഈർപ്പം ഇനിയും വിട്ടുമാറാത്ത തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ അവരുടെ വണ്ടി പതുക്കെ നീങ്ങി. കുട്ടികൾക്ക് ഏറ്റവും ആവേശം നൽകിയത് അവിടുത്തെ ഒരു വലിയ പൂന്തോട്ടമായിരുന്നു. ടിക്കറ്റെടുത്ത് അകത്തേക്ക് കടന്നപ്പോൾ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിലുള്ള റോസാപ്പൂക്കളും ലില്ലികളും അവരെ എതിരേറ്റു. യാത്രയിലെ ചില നിമിഷങ്ങൾ. അറിവിന്റെ ലോകം. പൂന്തോട്ടത്തിലെ ഒരു കൽപ്പാതയിലൂടെ നടക്കുമ്പോൾ ഉപ്പ ഒരു പുസ്തകം തുറന്ന് പ്രകൃതിയെക്കുറിച്ചും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ലളിതമായി വിവരിച്ചു കൊടുത്തു. കുസൃതികൾ. മൂത്ത 2 ആൺകുട്ടികളും അനിയത്തിയും പൂമ്പാറ്റകളെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഏറ്റവും ഇളയ മകൻ ഉമ്മയുടെ കൈപിടിച്ച് വിസ്മയത്തോടെ ചുറ്റും നോക്കി നിന്നു. ഫോട്ടോ ഷൂട്ട്. മനോഹരമായ ഒരു മലനിരയെ പശ്ചാത്തലമാക്കി അവർ ഒരുമിച്ച് നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. പരമ്പരാഗതമായ വേഷവിധാനത്തിൽ ആ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ അവർ ശരിക്കും ഒരു കൊച്ചു പറുദീസയിലാണെന്ന് തോന്നിപ്പിച്ചു. പൂക്കളുടെ ഗന്ധവും തണുത്ത കാറ്റും ഒപ്പം പ്രിയപ്പെട്ടവരുടെ സാമീപ്യവും ആ യാത്രയെ അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു താളാക്കി മാറ്റി. വൈകുന്നേരം മലയിറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ പൂന്തോട്ടത്തിലെ വർണ്ണങ്ങളായിരുന്നു. പൂന്തോട്ടത്തിലെ ആ സുന്ദര നിമിഷം. സമയം ഏകദേശം രാവിലെ 10 മണി. മൂന്നാറിലെ റോസ് ഗാർഡനിൽ വെയിൽ തെളിഞ്ഞു വരുന്നതേയുള്ളൂ. പൂക്കളിലെ മഞ്ഞുതുള്ളികൾ വെളിച്ചത്തിൽ മുത്തുകൾ പോലെ തിളങ്ങുന്നു. ഉപ്പയും ഉമ്മയും ഒരു വലിയ മരത്തണലിൽ ഇരുന്നുകൊണ്ട് ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. കൂടെ കൊണ്ടുവന്ന ചെറിയ ഇസ്ലാമിക കഥാപുസ്തകം ഉപ്പ മക്കൾക്കായി വായിച്ചു കൊടുക്കുന്നു. 4 മക്കൾ. മൂത്ത 2 ആൺകുട്ടികൾ അല്പം മാറി നിന്ന് മലനിരകളുടെ ഭംഗി നോക്കി നിൽക്കുന്നു. ചെറിയ പെൺകുട്ടിയും അനിയനും പൂമ്പാറ്റകളുടെ പിന്നാലെ ഓടുകയാണ്. ഇടയ്ക്ക് അവർ ഓടിവന്ന് ഉപ്പ പറയുന്ന കഥകൾ ശ്രദ്ധിക്കുന്നു. യാത്രയിലെ ഒരു ചെറിയ സംഭാഷണം. മകൻ: ഉപ്പാ, ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ആരാണ് ഉണ്ടാക്കിയത്? ഉപ്പ: ഇതൊക്കെ അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ. പൂന്തോട്ടത്തിലെ കാഴ്ചകൾക്ക് ശേഷം അവർ നേരെ പോയത് മഞ്ഞുമൂടിയ മാട്ടുപ്പെട്ടി ഡാമിലേക്കായിരുന്നു. വിശാലമായ ആ ജലസംഭരണിക്ക് ചുറ്റും പച്ചപ്പട്ടുടുത്ത മലനിരകൾ കാവൽ നിൽക്കുന്നു. ബോട്ടിംഗ് അനുഭവം. 6 പേരും ഒരു വലിയ ബോട്ടിൽ കയറി. തണുത്ത കാറ്റേറ്റ് വെള്ളത്തിലൂടെയുള്ള ആ യാത്ര മക്കൾക്ക് വലിയ ആവേശമായി. ബോട്ട് പതുക്കെ നീങ്ങുമ്പോൾ ഉപ്പയും ഉമ്മയും വെള്ളത്തിലെ ഓളങ്ങളെ നോക്കി നിന്നു. ഉപ്പ പറഞ്ഞു: നോക്കൂ, ഈ വെള്ളവും കാറ്റും ഒക്കെ എത്ര ശാന്തമാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെ ശാന്തമായിരിക്കണം. ആനകളെ കണ്ട നിമിഷം. ബോട്ട് ഡാമിന്റെ ഒരു വശത്ത് എത്തിയപ്പോൾ കാടിന്റെ അരികിലായി ഒരു കൂട്ടം കാട്ടാനകൾ വെള്ളം കുടിക്കുന്നത് അവർ കണ്ടു. വലിയ ആനകളും അവക്കൊപ്പം ഓടിക്കളിക്കുന്ന ചെറിയ കുട്ടിയാനയും. മക്കൾ അത്യന്തം അത്ഭുതത്തോടെ വിരൽ ചൂണ്ടി അത് നോക്കി നിന്നു. മൃഗങ്ങളെ ഉപദ്രവിക്കാതെ സ്നേഹിക്കണമെന്ന് ഉമ്മ അവർക്ക് പറഞ്ഞുകൊടുത്തു. കുതിരസവാരി. ഡാമിന് സമീപം മക്കൾക്കായി ഉപ്പ കുതിരസവാരി ഏർപ്പാടാക്കി. ഓരോരുത്തരായി കുതിരപ്പുറത്ത് കയറി കുറച്ചു ദൂരം സവാരി നടത്തി. അവരുടെ ചിരിയും കളികളും ആ താഴ്വരയിൽ പ്രതിധ്വനിച്ചു. വൈകുന്നേരം സൂര്യൻ മലനിരകൾക്ക് പിന്നിൽ മറയാൻ തുടങ്ങിയപ്പോൾ ആ 6 പേരും തങ്ങളുടെ യാത്രയുടെ മനോഹരമായ ഓർമ്മകളുമായി മടങ്ങി. ഉപ്പയും ഉമ്മയും മക്കളും ചേർന്ന് ആ യാത്ര ഒരു വലിയ പാഠപുസ്തകം പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. സ്നേഹത്തിന്റെയും പ്രകൃതിയുടെയും അറിവിന്റെയും പാഠങ്ങൾ. ഇവരുടെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.